പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടം ഒരിക്കലും ശാന്തമായിരുന്നിട്ടില്ല. ഇന്ന് 2026 ഏപ്രിൽ 21 നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു മഹാസ്ഫോടനത്തിന്റെ വക്കിലാണ്. ഇറാനിലെ പുതിയ സുപ്രീം ലീഡർ മുസ്തഫ ഖമീനിയുടെ കീഴിൽ നടക്കുന്ന ഭീകരമായ അധികാര വടംവലിയിലേക്കാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ഇറാനിൽ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫും പുറത്തേക്ക് എന്ന സൂചനകൾ ശക്തമാണ്. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകളുടെ പേരിൽ ഇറാൻ ഭരണകൂടം രണ്ടായി പിളർന്നിരിക്കുന്നു. ഇസ്ലാമാബാദിലെ ചർച്ചാമേശയിൽ സംഭവിക്കുന്നത് എന്ത്? ഇറാനിലും ഇസ്രായേലിലും നടക്കുന്നത് ഭരണകൂട അട്ടിമറികളാണോ? പരിശോധിക്കാം. ഇറാനിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഇന്ന് കലുഷിതമാണ്. ടെഹ്റാനിലെ അധികാര ഇടനാഴികളിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ കേവലം നയതന്ത്ര തർക്കങ്ങളല്ല, മറിച്ച് രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന ഒരു ആഭ്യന്തര അധികാര യുദ്ധത്തിന്റെ സൂചനകളാണ് നൽകുന്നത്. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടേക്കാം എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് മിതവാദികളും തീവ്ര നിലപാടുകാരും തമ്മിലുള്ള പോരാട്ടത്തിന്റെ പുതിയ അധ്യായമായി മാറുകയാണ്. അങ്ങേയറ്റം സങ്കീർണമായ ഈ ഒരു സാഹചര്യത്തിൽ ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള മുസ്തഫ ഖമേനിയുടെ കീഴിലുള്ള ഭരണകൂടം രണ്ട് വിഭാഗങ്ങളായി പിരിഞ്ഞിരിക്കുകയാണ്. ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന രണ്ടാം ഘട്ട ചർച്ചകൾക്ക് മുന്നോടിയായി മുഹമ്മദ് ബാഖർ ഗാലിബാഫ് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇറാൻ രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചിരിക്കുകയാണ്. രാജ്യത്തെ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഇറാൻ ഇന്റർനാഷണൽ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീവ്ര നിലപാടുകാരൻ യാസിദ് ജലീലിയെയും അമീർ ഹുസൈൻ സബേത്തിയെയും പോലുള്ളവർ ഇറാനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന മിലിഷ്യകളെ പോലെയുള്ള തീവ്രവാദികൾ ആണ് എന്നാണ് ഗാലിബാഫ് വിശേഷിപ്പിച്ചത്. അമേരിക്കയുമായുള്ള ഏതൊരു ഉടമ്പടിയെയും എതിർക്കുന്ന ഇവർ സർക്കാർ നിയന്ത്രണത്തിലുള്ള ടെലിവിഷൻ ചാനലുകളും മറ്റ് മാധ്യമങ്ങളും ഉപയോഗിച്ച് ജനങ്ങളെ ചർച്ചകൾക്കെതിരെ തിരിക്കുകയാണ് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഈ തർക്കം കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. താനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും ഏത് നിമിഷവും ഔദ്യോഗിക പദവികളിൽ നിന്ന് പുറത്താക്കപ്പെട്ടേക്കാമെന്ന ആശങ്ക ഗാലിബാഫ് പങ്കുവച്ചിട്ടുണ്ട്. ചർച്ചകളിൽ അയഞ്ഞ സമീപനം സ്വീകരിക്കുന്നു എന്ന് ആരോപിച്ച് തീവ്രവിഭാഗം ഇവരെ ഒറ്റപ്പെടുത്തുകയാണ്. ഏപ്രിൽ ആദ്യം നടന്ന ഒന്നാം ഘട്ട ചർച്ചകളിൽ അറാഖ്ചി ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായതാണ് തീവ്ര നിലപാടുകാരെ പ്രകോപിപ്പിച്ചത്. ലെബനനിലെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സായുധ സംഘങ്ങൾക്കുള്ള ധനസഹായം കുറയ്ക്കുന്നതിനെക്കുറിച്ച് അറാഖ്ചി സൂചിപ്പിച്ചത് ഇറാന്റെ വിദേശ നയത്തിന്റെ കടക്കൽ കത്തിവെക്കലായിട്ടാണ് ഇവർ കാണുന്നത്. ഈ ആഭ്യന്തര തർക്കം ഒരു ഭരണകൂട അട്ടിമറിയിലേക്ക് നീങ്ങുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. 2026 ഇറാനിലെ അധികാര സമവാക്യങ്ങൾ മാറിയത് ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തെ തുടർന്നാണ്. മകൻ മുസ്തഫ ഖമേനി അധികാരമേറ്റതോടെ കൂടുതൽ യാഥാസ്ഥിതികമായൊരു ഭരണരീതിയിലേക്ക് രാജ്യം നീങ്ങുമെന്ന് പലരും കരുതിയിരുന്നു. എന്നാൽ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയും അമേരിക്കയുടെ ഉപരോധങ്ങളും ഭരണകൂടത്തെ ചർച്ചകളിലേക്ക് നയിക്കാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ്. എങ്കിലും ഭരണകൂടത്തിനുള്ളിലെ വിപ്ലവ ഗാർഡുകളുടെ ശക്തമായ സ്വാധീനം നയതന്ത്ര നീക്കങ്ങളെ തടസ്സപ്പെടുത്തുന്നു. അമേരിക്കൻ എയർബേസുകളും ഓയിൽ റിഫൈനറീസും ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാൻ നേരിടുന്ന സാമ്പത്തിക ആഘാതം വളരെ വലുതാണ്. നാണയപ്പെരുപ്പം 180% ഉയരുമെന്ന ഭീതി നിലനിൽക്കുമ്പോഴും അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് ഒരു വിഭാഗം. മുസ്തഫ ഖമേനി തന്റെ ആദ്യ പ്രസ്താവനയിൽ തന്നെ അമേരിക്കയോടും ഇസ്രായേലിനോടുമുള്ള കടുത്ത നിലപാട് ആവർത്തിച്ചിരുന്നു. എന്നാൽ രാജ്യത്തെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ ഗാലിബാഫിനെ പോലെയുള്ളവർ നടത്തുന്ന നീക്കങ്ങളെ അദ്ദേഹം എങ്ങനെ കാണുന്നു എന്നത് നിർണായകമാണ്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ നടന്ന ഒന്നാം ഘട്ട ചർച്ചകൾ പരാജയപ്പെട്ടത് ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ്. അമേരിക്കൻ പ്രതിനിധി സംഘത്തെ നയിച്ച വൈസ് പ്രസിഡന്റ് JD വാൻസ് മുന്നോട്ട് വെച്ച നിബന്ധനകൾ ഇറാൻ തള്ളിക്കളഞ്ഞു. യുറേനിയം സമ്പുഷ്ടീകരണം 20 വർഷത്തേക്ക് നിർത്തിവെക്കണമെന്നായിരുന്നു അമേരിക്കയുടെ ആവശ്യം. എന്നാൽ 5 വർഷത്തേക്ക് മാത്രമേ ഇത് സാധ്യമാകൂവെന്ന് ഇറാൻ വ്യക്തമാക്കി. ഇതിനു പുറമെ നിലവിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറണമെന്ന ആവശ്യവും ഇറാൻ നിരാകരിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ചർച്ചകളെ തന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുമെന്ന് അദ്ദേഹം ഭീഷണി മുഴക്കിക്കഴിഞ്ഞു. ഇതേ സമയം തന്നെ വൈസ് പ്രസിഡന്റ് JD വാൻസിനൊപ്പം ജെറഡ് കുഷ്നർ, സ്റ്റീവ് വിറ്റ്കോഫ് തുടങ്ങിയ ഉന്നതർ രണ്ടാം ഘട്ട ചർച്ചകൾക്കായിട്ട് പാകിസ്ഥാനിലേക്ക് തിരിക്കാൻ തയ്യാറെടുക്കുകയാണ്. എന്നാൽ ഹോർമുസ് കടലിടുക്കിലെ അമേരിക്കൻ ഉപരോധം നീക്കാതെ ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ ഇപ്പോൾ ഉള്ളത്. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്ന് പാകിസ്ഥാൻ കരസേനാ മേധാവി ജനറൽ അസീം മുനീർ ട്രംപിനെ അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇറാനിലേക്കുള്ള ചരക്ക് നീക്കം തടയുന്നത് മാനുഷികമായ പ്രതിസന്ധികൾക്ക് കാരണമാകുമെന്നും ഇത് സമാധാന നീക്കങ്ങളെ പിന്നോട്ടടിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാന്റെ
തൂസ്ക എന്ന കണ്ടെയ്നർ കപ്പൽ അമേരിക്കൻ നാവികസേന പിടിച്ചെടുത്തത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ഇത് കടൽ കൊള്ളയാണ് എന്നാണ് ഇറാന്റെ ആരോപണം. പാകിസ്ഥാൻ ഈ ചർച്ചകളിൽ നിർണായകമായൊരു പാലമായി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ. തങ്ങളുടെ മണ്ണിൽ വെച്ച് ലോകത്തെ രണ്ട് പ്രധാന ശക്തികൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കപ്പെടുക എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നയതന്ത്രപരമായ വിജയമാണ്. എന്നാൽ ഇറാന്റെ ആഭ്യന്തര കലഹം ചർച്ചകളെ അനിശ്ചിതത്വത്തിലാക്കുന്നു. വെടിനിർത്തൽ കാലാവധി ഏപ്രിൽ 22 ബുധനാഴ്ച അവസാനിക്കാനിരിക്കെ ഒരു ഉടമ്പടിയിലെത്താൻ സാധിച്ചില്ല എങ്കിൽ വീണ്ടും മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. കൂടുതൽ ബോംബുകൾ വീഴാൻ തുടങ്ങുമെന്ന ട്രംപിന്റെ വാക്കുകൾ ലോകത്തെ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. ഇറാൻ ഇന്നൊരു വഴിത്തിരിവിലാണ്. ഒരു വശത്ത് രാജ്യത്തിന്റെ പരമാധികാരവും വിപ്ലവ വീര്യവും ഉയർത്തിപ്പിടിക്കുന്ന തീവ്ര നിലപാടുകാർ, മറുവശത്ത് സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ നയതന്ത്രം ഉപയോഗിക്കുന്ന ഗാലിബാഫിനെ പോലെയുള്ളവർ. ഗാലിബാഫിനെയും അറാക്ഷിയെയും സ്ഥാനഭ്രഷ്ടരാക്കുന്നത് ഇറാന്റെ നയതന്ത്ര പാതയിൽ വലിയ വിള്ളലുണ്ടാക്കും. ഇത് അമേരിക്കയുമായുള്ള നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് ഇറാനെ നയിച്ചേക്കാം. അധികാര വടംവലികൾക്കിടയിൽ ജനങ്ങളുടെ ദുരിതം വിസ്മരിക്കപ്പെടുകയാണ്. പട്ടിണിയും ഉയർന്ന വിലക്കയറ്റവും കൊണ്ട് പൊറുതിമുട്ടുന്ന ഇറാൻ ജനതയ്ക്ക് ഈ സമാധാന ചർച്ചകൾ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. എന്നാൽ തീവ്ര നിലപാടുകാരുടെ അട്ടിമറി നീക്കങ്ങൾ ഈ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്. വരും ദിവസങ്ങളിൽ ഇസ്ലാമാബാദിൽ നിന്നും തെഹ്റാനിൽ നിന്നും വരുന്ന വാർത്തകൾ ലോക ഭൂപടത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നവയാണ്. നയതന്ത്രത്തിന്റെ മേശയ്ക്ക് ചുറ്റുമിരുന്ന് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ തോക്കിൻ മുന്നിലേക്ക് നീങ്ങുമോ എന്നാണ് ലോകം ഭീതിയോടെ നോക്കുന്നത്. സമാധാനത്തിന്റെ വാതിലുകൾ പാതി അടഞ്ഞു കഴിഞ്ഞു. അത് പൂർണ്ണമായും അടയുമോ അതോ തുറക്കപ്പെടുമോ എന്നത് വരും മണിക്കൂറുകൾ നിശ്ചയിക്കും. ഇറാൻ ഒരു ഭരണകൂട മാറ്റത്തിലേക്ക് നീങ്ങുകയാണ്. അധികാരവും ഉത്തരവാദിത്വവും തമ്മിലുള്ള ഈ വടംവലിയിൽ ബലിയാടാകുന്നത് സാധാരണ ജനങ്ങളാണ്. ഏപ്രിൽ 22 ആ ഡെഡ് ലൈൻ പശ്ചിമേഷ്യയെ എങ്ങോട്ട് നയിക്കും? പുതിയ യുദ്ധത്തിലേക്കാണോ അതോ ചരിത്രപരമായ ഒരു ഉടമ്പടിയിലേക്കാണോ? കണ്ടു തന്നെ അറിയണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.